തിരുവനന്തപുരം RCCയിലെ ലിഫ്റ്റുകൾ തകരാറിലായതിനെ തുടർന്ന് രോഗികൾ ദുരിതത്തിലെന്നതാണല്ലോ വാർത്ത. അതിന്റെ വിശദാംശങ്ങൾ കൂടി അലക്സ്. ഉന്മേഷം, തീർച്ചയായും ഈ പകർച്ചവ്യാധി കേസുകളിൽ ആരോഗ്യവകുപ്പ് കാര്യക്ഷമമായി ഇടപെടണം, ആ പ്രതിരോധം ശക്തമാക്കണം എന്നുള്ളത് ആദ്യം പറയട്ടെ. രണ്ടാമത്തെ കാര്യം, തിരുവനന്തപുരം RCCയിലെ ലിഫ്റ്റുമായി ബന്ധപ്പെട്ട വിഷയമാണ്. തിരുവനന്തപുരം RCCയിലെ ലിഫ്റ്റ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതായത് ലിഫ്റ്റുകൾ തകരാറിലായതിനെ തുടർന്ന് രോഗികൾ ദുരിതത്തിലാകുകയാണ് തുടർച്ചയായ ദിവസങ്ങളിൽ. ഇതിൽ ആശുപത്രി അധികൃതർ പറയുന്നത് ഈ ലിഫ്റ്റുകളുടെ അറ്റകുറ്റപ്പണി പുരോഗമിക്കുന്നതെന്നാണ്. കഴിഞ്ഞ 4 മാസമായി ഈ അറ്റകുറ്റപ്പണി പുരോഗമിക്കുകയാണ്. പണിതിട്ടും RCCയിലെ ലിഫ്റ്റുകളുടെ അറ്റകുറ്റപ്പണി മാത്രം പൂർത്തിയാകുന്നില്ല. കൂടുതൽ ലിഫ്റ്റുകൾ കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നും ഇന്നലെയുമായി പണിമുടക്കുന്ന സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. അതിൽ തന്നെ ഈ ഓപ്പറേഷൻ തിയേറ്ററിനോട് ചേർന്നുള്ള ലിഫ്റ്റ്, ഫാർമസി ബ്ലോക്കിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതിനുള്ള ലിഫ്റ്റുകളൊക്കെ പൂർണ്ണമായി പണിമുടക്കിയിട്ടുണ്ട്. അങ്ങേയറ്റം ഗുരുതരമായ രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാരുമാണ് RCCയിലേക്ക് എത്തുന്നത്. അവരിങ്ങനെ ലിഫ്റ്റുകളില്ലാതെ ബുദ്ധിമുട്ടുന്ന കാഴ്ച വളരെ ദുരിതജനകമാണ്. അതുമാത്രമല്ല, ഭാഗികമായി ചില ലിഫ്റ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ തന്നെ ഒരുപാട് സമയം കാത്തു നിൽക്കേണ്ടി വരുന്നു അവർക്ക്. വാർഡുകളിലേക്കും അതുപോലെ മറ്റ് ചികിത്സ തേടിയുള്ള മറ്റ് സംവിധാനങ്ങളിലേക്കുമൊക്കെ എത്താൻ ഒരുപാട് കാത്തു നിൽക്കേണ്ട ഒരു ദുരവസ്ഥ കൂടി RCCയിലുണ്ട്. അടിയന്തരമായി ഈ ലിഫ്റ്റുകളുടെ വിഷയം പരിഹരിക്കേണ്ടതുണ്ട്. ഉന്മേഷ്, ശരി. അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.